ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന ആലപ്പുഴ ജിംഖാന. ഞങ്ങളുടെ ഖാലിദ് റഹ്മാന്റെ മൂവി. അപ്പോ മെയിൻ ആക്ടർ ഞങ്ങൾ നസ്ലിൻ തന്നെ. അപ്പോ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ഷൻ വാസ് സൂപ്പർ. കാരണം ഖാലിദ് റഹ്മാന്റെ തല്ലുമാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. അപ്പോൾ സെയിം മീൻസ് ഫൈറ്റ് സീൻസ് ആയാലും കാര്യങ്ങളായാലും കാരണം തല്ലുമാലയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ലോമോ ഫൈറ്റ് സീൻസ് ഇല്ലെങ്കിൽ ആ അടിയും ഒക്കെ അവർക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ശരിക്കും അടികൊള്ളണം ആക്ടേഴ്സ്. അപ്പൊ ടൊവിനോയും പറയണ്ടായിരുന്നു അതിന്റെ BTS ബിഹൈൻഡ് ദ സീൻസ് ഷോർട്സ് ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതും കാണിക്കുന്നുണ്ട് ശരിക്കും തല്ലണും സ്ലോമോ കാര്യങ്ങൾ. അപ്പൊ സെയിം സംഭവമാണ് ഈ മൂവിയിലും. പിന്നെ ഈ മൂവിന്റെ കഥ ഓൾറെഡി ഞങ്ങളുടെ ഖാലിദ് റഹ്മാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ആൻഡ് ഇറ്റ്സ് എ ഷോർട്ട് മീൻസ് കണ്ടന്റ് ഷോർട്ട് ആണ്, പക്ഷെ ഇവർ ഉണ്ടാക്കിയ മേക്കിംഗ് വൈസ് ആബ്സൊല്യൂട്ട്ലി ടോപ്പ് നോച്ച്. കാരണം ഫസ്റ്റ് ഹാഫ് ഈസ് ഫുള്ളി നസ്ലിന്റെ പ്ലസ് ടു, പിന്നെ പ്ലസ് ടു ഈ ഗ്യാങ് ഫുൾ തോക്കുക. തോറ്റിട്ട് പിന്നെ ഇവർക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഇവർ ബോക്സിങ്ങിനെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ ബോക്സിംഗ് പഠിക്കണം. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ജയിച്ചിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഈസ് ഫുൾ സ്റ്റേറ്റ് ലെവൽ. അപ്പോ ആ പരിപാടികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഫുൾ നസ്ലൈൻ പരിപാടികൾ തന്നെയാണ്. റൊമാൻറ്റിക് സീൻസും പിന്നെ ഏത് പെണ്ണിനെ കണ്ടാലും ക്രഷ് അടിക്കൽ ആ കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞ ആളുടെ ആക്ടിങ് ഭയങ്കര നാച്ചുറലാണ്. അപ്പൊ ആ പരിപാടിയാണ് ഇതിലും പിടിച്ചിരുന്നത്. ആൻഡ് ഐ ലവ് ഹിം അലോട്ട്. സോ നസ്ലിൻ വാസ് സൂപ്പർ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫൈറ്റിംഗ് പരിപാടിയാണ്. പിന്നെ എല്ലാ ആക്ടേഴ്സിനും ഫൈറ്റ് ഉണ്ട്. റിങ്ങിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗണപതി ആയാലും നസ്ലിൻ ആയാലും എല്ലാവർക്കും ഒരു ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഫെയിലിയർ കഴിഞ്ഞിട്ട് ഒരു സക്സീഡ് ചെയ്യുന്ന ഒരു മൊമെന്റ്, ദാറ്റ് ഈസ് ഓൾസോ ട്രൂലി ഗുഡ്, ട്രൂലി ഗുഡ്. പിന്നെ ചെറുതായിട്ട് എനിക്കൊരു പറഞ്ഞ ഇഷ്ടക്കേടല്ല, പക്ഷെ ലാസ്റ്റിലേക്ക് വന്നപ്പോ എല്ലാം പിന്നെ കാര്യങ്ങളും എല്ലാം സോൾവ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഐ തിങ്ക് സോ ഇറ്റ് വാസ് നോട്ട് ഇഡ്. പക്ഷെ സെക്കൻഡ് പാർട്ട് ഈന്റെ വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലായി. പക്ഷെ അത് അവിടെ ആവശ്യമുണ്ടായിരുന്നോ അതോ ഇല്ലയോ അതെനിക്കറിയില്ല. പക്ഷെ മൂവി വാസ് സൂപ്പർ. കാരണം തല്ലുമാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷയോടെയാണ് ഈ മൂവിക്ക് ഞാൻ പോയത്. പിന്നെ സെക്കൻഡ് പറഞ്ഞ ഫസ്റ്റ് പ്രയോറിറ്റി വാസ് നസ്ലിൻ, സെക്കൻഡ് ഖാലിദ് റഹ്മാൻ. ഈ രണ്ടാളും കൂടി കൂടിയ പിന്നെ ഞങ്ങള് നസ്ലിന്റെ കുറെ ബോഡി ബോഡി ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹാർഡ് വർക്കും ഈ മൂവിയിൽ കാണാണ്ട്. പിന്നെ ഈ അൺനെസസറി ബോഡി ഷോ കാര്യങ്ങൾ അതൊന്നും ഇല്ല ഈ മൂവിയിൽ. ക്രിഞ്ചും പരിപാടികളും ഒന്നും ഇല്ല. ആവശ്യമുള്ള സമയത്ത് അവർ ബോഡി കാണിച്ചിട്ടുണ്ട്. ബോക്സിംഗ് ഞങ്ങളുടെ ഹാഫ് സ്ലീവ്സിൽ അവരുടെ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ വിഷ്ണു വിജയന്റെ മ്യൂസിക് ആണ്. മ്യൂസിക് വാസ് ഓൾസോ വെരി, കാരണം ആ സീൻസിനൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന മ്യൂസിക്സ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി, എന്താ പറയാ, തിയേറ്ററിൽ നമുക്കൊരു നൈസ് എക്സ്പീരിയൻസ്, ഒരു വൈബ് കിട്ടുന്ന സാധനമായിരുന്നു ആളുടെ മ്യൂസിക്. ആൻഡ് ഐ ലവ് ഇറ്റ് അലോട്ട്. സോ ആലപ്പുഴ ജിംഖാന വാസ് എ ഗ്രേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഐ ലവ് ദം. പിന്നെ കുറെ സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി മാറും. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ മൂവി കാണുക, കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. സോ ടിൽ ദ നെക്സ്റ്റ് റിവ്യൂ, ദിസ് ഇസ് വിമൽ നായർ സൈനിങ് ഓഫ്.